നമസ്കാരം. പലർക്കും സൈനസിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ കാരണത്താലോ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ, ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടിയുടെ ആരോഗ്യം കുറഞ്ഞു വരാറുണ്ട്, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്, തലയിൽ താരൻ പ്രശ്നങ്ങളുണ്ടാവും. ഇതിനെല്ലാം കൂടെയുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് ശിരോഭ്യംഗം എന്നുള്ളത്. ശിരോഭ്യംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിരസിൽ അല്ലെങ്കിൽ തലയോട്ടിയിൽ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇതിന് ഏത് ഓയിൽ ഉപയോഗിക്കണം എന്നുള്ളതും ഏതെല്ലാം മർമ്മസ്ഥാനങ്ങളെയെല്ലാം തന്നെ ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള മൈൽഡ് മസാജ് കൊടുക്കണം എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ട്, ഉറക്കം ശരിയായിട്ട് നന്നാവുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കൊരു ഉണർവിനും പ്രസരിപ്പിനും ഒക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു വീഡിയോ ആയിരിക്കണം ഇത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. ഞാൻ ഡോക്ടർ സജിത ദേജൻ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മൾ ഏത് ഓയിൽ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഓയിൽ നിങ്ങൾ ഒരുപാടേറെ ആയുർവേദ മരുന്നുകളൊക്കെ ചേർത്ത് നിങ്ങൾ തയ്യാറാക്കുന്ന ഹെയർ ഓയിലിന് കൂടെ തന്നെ അല്പം എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി എസെൻഷ്യൽ ഓയിലും കൂടെ ചേർത്ത് ചെയ്യാൻ പറ്റും. കാരിയർ ഓയിലിന് കൂടെ മാത്രമേ ഇത്തരം എസെൻഷ്യൽ ഓയിലുകൾ ചേർക്കാൻ പാടുള്ളൂ. ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്, ഇത്തരം ഓയിലുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു നറിഷ്മെൻറ്റ് ഹെയർ ഫോളിക്കിൾസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് സഹായിക്കുന്ന നല്ലതെന്ന് തോന്നിയിട്ടുള്ള ഒരു ഓയിലും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓയിൽ പ്രിപ്പറേഷൻ എന്നുള്ളത് ആദ്യം നോക്കാം. സീസ റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഇന്ന്. അതിൽ പ്യുവർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളതാണ് സ്റ്റീംഡ് ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള ഓയിൽ തയ്യാറാക്കുന്നത് തന്നെ പ്രീമിയം സ്പാനിഷ് റോസ്മേരി ഉപയോഗിച്ചിട്ടാണ്. ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. 18 വയസ്സോ അതിന് മുകളിലുള്ളവർക്ക് ഉപയോഗിക്കുന്നതാണ്. യൂണിസെക്സ് ആയിട്ടുള്ളതാണ്. അതുപോലെ ഹെയർ കെയറിലാണെങ്കിൽ ഹെയർ റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആക്കാനും നല്ല കട്ടിയുള്ള മുടി വളരാനും സ്കാൽപ്പിനെ നറിഷ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. താരൻ മാറ്റാനും ഏറെ നല്ലതാണ്. അതുപോലെ സ്കിന്നിലേക്കാണെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ലൊരു മോയ്സ്ചറൈസറായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുളിവുകളൊക്കെ അകറ്റാൻ സഹായിക്കുന്നുണ്ട്. ഒരു 3-5 ഡ്രോപ്പ് ഇത് കാരിയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ആയുർവേദ ഹെയർ കെയർ ഓയിലിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിലോ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ജെൻറ്റിൽ മസാജ് കൊടുക്കാം. എങ്ങനെ കൊടുക്കണം എന്നുള്ള വീഡിയോയിൽ പറയാം. ഇത് വാങ്ങിക്കാനുള്ള കൂപ്പൺ കോഡും അതുപോലെ പർച്ചേസ് ലിങ്കും ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നഖം ഉപയോഗിക്കാതെ വിരലുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുക. കറക്റ്റായുള്ള ഒരു ഓയിൽ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇതിന് പുറമേ നമുക്ക് ഇത് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രത്യേകിച്ചും നമ്മുടെ ശിരസിൽ പല ഭാഗങ്ങളിലായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില മർമ്മസ്ഥാനങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ളൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുവഴി തന്നെ ഓക്സിജൻ സപ്ലൈ കൂടുന്നത് വഴിയൊക്കെ തന്നെ നമ്മുടെ ആ ഹെയർ ഫോളിക്കിൾസ് നന്നായിട്ട് നല്ല കരുത്തോടെ വളരാൻ സഹായിക്കുന്നുണ്ട്. എന്നതിന് പുറമെ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്നുള്ളൊരു പ്രശ്നം അനുഭവിക്കുന്നവരോ, സൈനസിൻ്റെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്ന ആളുകൾ, അതുപോലെ തലയ്ക്കൊക്കെ തന്നെ വളരെയധികം ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ള പ്രശ്നം പറയുന്നവർ, താരൻ പ്രശ്നങ്ങളുള്ളവർ എന്ന് തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം രോഗങ്ങൾക്ക് ഇത്തരം മർമ്മങ്ങളൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കുന്നത് കൊണ്ട് ഞരമ്പ് സംബന്ധമായിട്ട്, നാഡീ സംബന്ധമായിട്ട് വരുന്ന പലവിധ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായിട്ടും ഇത് പ്രയോഗിക്കാറുണ്ട്. അപ്പം ഇത് ഏതൊക്കെ മർമ്മസ്ഥാനങ്ങളാണ് ഈ ഓയിൽ മസാജിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതല്ലേ നോക്കാം. ഇനി ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മർമ്മസ്ഥാനങ്ങളെയാണ് പരിചയപ്പെടുത്തുക. അപ്പോൾ ഓയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഭാഗങ്ങളും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ ഫസ്റ്റ് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. എന്നിട്ട് നമ്മുടെ നെറ്റിയിൽ നിന്നും ഇതുപോലെ 12 വിരലുകൾ ഡിസ്റ്റൻസിൽ ഇവിടെ ആയിട്ടാണ് അധിപതി മർമ്മം ഇരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു മൈൽഡായിട്ടുള്ള പ്രഷർ, ഒത്തിരി സ്ട്രെസ്സും പ്രഷർ കൊടുത്തിട്ടുള്ള ഇതൊന്നും ചെയ്യാൻ പാടില്ല. വളരെ മൈൽഡായിട്ട് ചെയ്യുക. വിരലുകൾ കൊണ്ടാണ് ചെയ്യേണ്ടത്, നഖം കൊണ്ടല്ല. ഇങ്ങനെ ഇതൊന്ന് ആദ്യം ഓയിൽ കൊണ്ട്, ഞാൻ ഇവിടെ ഓയിൽ എടുത്തില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ഓയിൽ ചെയ്യണം. ഇതുപോലെ ഒന്ന് മൈൽഡായിട്ടൊരു മസാജ് കൊടുത്തിട്ട് ഇതുപോലെ വിരലുകൾ പിടിച്ച് വീണ്ടും ചെറുതായിട്ടൊരു മസാജ് കൊടുക്കാം. ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാനും ഓർമ്മശക്തി കൂട്ടാനും നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കാനും അതുപോലെ ബ്രെയിൻ ഫോഗ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും നമ്മുടെ ഇമോഷണൽ ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. നല്ല ഉറക്കം കിട്ടാനും സ്ട്രെസ്സ് കുറയ്ക്കാനും തലവേദന, മൈഗ്രെയിൻ, തലയ്ക്കൊരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ഭാരം പോലെ തോന്നില്ലേ, അതൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്.
ഇനി രണ്ടാമത്തേത് 8 വിരലുകൾ നെറ്റിയിൽ നിന്നും ഡിസ്റ്റൻസ് ഉള്ള ഇതാണ് സീമന്തമർമ്മം എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റായിട്ടേ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഈ സെൻറ്റർ പോർഷൻ മാത്രമല്ല 2 സൈഡിലേക്കും ഇത് പരന്ന് കിടക്കുന്നുണ്ട് ഈ ഒരു സീമന്തമർമ്മം എന്നുള്ളത്. അതുപോലെ വിരലുകൾ ചേർത്ത് പിടിച്ചിട്ടും ഇതുപോലെ നമുക്ക് മസാജ് കൊടുക്കാം. ആ 2 സൈഡിലും കൊടുക്കണം കേട്ടോ, സെൻറ്റർ പോർഷനിൽ മാത്രമല്ല. അത് നമ്മുടെ ഫോക്കസ് കൂട്ടാനും സ്ട്രെസ്സ് കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും തലവേദന അല്ലെങ്കിൽ നമുക്ക് ഉത്കണ്ഠയുണ്ടെങ്കിലോ സ്ട്രെസ്സ് ഉറക്കക്കുറവ് അങ്ങനെയുള്ള എല്ലാം കുറയ്ക്കാൻ, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണെങ്കിലും മൂഡ് സ്വിങ്സ് ഉള്ളവരാണെങ്കിലൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആ സെൻറ്റർ പോർഷനിലും 2 സൈഡിലേക്കും നമ്മൾ മസാജ് കൊടുക്കണം. ഇനി മൂന്നാമത്തേത് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് കഴുത്തിൻ്റെ മുകളിലോട്ട് ഒരു 4 വിരലിൻ്റെ ഡിസ്റ്റൻസിൽ എടുക്കാം. ഇത് തന്നെ ഈ സെൻറ്റർ പോർഷൻ മാത്രമല്ല 2 സൈഡിലേക്കും വ്യാപിച്ച് കിടക്കുന്ന മർമ്മമാണ് ക്രിക്കാട്ടിക്ക മർമ്മം എന്നുള്ളത്. അതായത് റൈറ്റിലും ലെഫ്റ്റിലും ഉള്ള മർമ്മം തന്നെയാണ് ഇത്. നമ്മുടെ കഴുത്ത് വേദനയോ അല്ലെങ്കിൽ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് പോലെ കഴുത്ത് സംബന്ധമായിട്ടും ഒക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും കൂടെ സഹായിക്കും. ഇത് ഒന്നും മുടി വളരാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇത്തരം മർമ്മങ്ങളെയൊക്കെ ആക്റ്റീവാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ഈ 2 ക്രിക്കാട്ടിക്ക മർമ്മത്തെയും കൂടെ ബന്ധിപ്പിക്കുന്ന നടുക്കുള്ളതാണ് പിതാരി മർമ്മം എന്നുള്ളത്. ഇതും പതിയെ ഒരു ടാപ്പ് ചെയ്യുന്നത് പോലെ പതുക്കെ നമുക്ക് കൊടുക്കാം. ഇത് നമ്മുടെ ഹീൽ പെയിൻ കുറയ്ക്കാനും അല്ലെങ്കിൽ മടമ്പിലൊക്കെ ഉണ്ടാകുന്ന ക്രാക്ക് അല്ലെങ്കിൽ പൊട്ടലൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കാലിനുണ്ടാകുന്ന സ്റ്റിഫ്നെസ്സോ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ രക്തപ്രവാഹമൊക്കെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. കൈകളിങ്ങനെ കോർത്ത് പിടിച്ച് ഇതുപോലെയും കൊടുക്കാം. ഇതൊന്നും ഒരാൾ ചെയ്തു തരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇതുപോലെയുള്ള ഒരു മസാജ് കൊടുത്തിട്ട് നമ്മുടെ ഈ പിതാരി മർമ്മത്തെയും ക്രിക്കാട്ടിക്ക മർമ്മത്തിനെ ആക്റ്റീവാക്കി വയ്ക്കാം. ഇനി നമുക്ക് കണ്ണിൻ്റെ സൈഡിൽ നിന്ന് ചെവിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ കുഴി പോലെ തോന്നും. അതാണ് നമുക്ക് ശംഖമർമ്മം എന്ന് പറയുന്നത്. അവിടെ ഒന്ന് ഇതുപോലെ ഒരു വളരെ മൈൽഡായിട്ടുള്ളൊരു മസാജ് കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ നിന്ന് തന്നെ 3 വിരൽ വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്കൊരു ഉക്ഷേപമർമ്മമുണ്ട്. അതും ഈ ഒരു ചെറിയൊരു മസാജ് നമുക്ക് കൊടുക്കാം. അത് പുരികത്തിൻ്റെയൊക്കെ നേരെയായിട്ട് വരും. അത് നമ്മുടെ ഈ ഒരു ടെൻഷൻ കുറയ്ക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനും കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 2 സൈഡിൽ നമുക്ക് മൈൽഡായിട്ട് ഇതുപോലെ മൊത്തത്തിൽ വിരലുകൾ വെച്ചിട്ടും ഒരു മസാജ് പിന്നീട് കൊടുക്കാം. ഇനി നമ്മുടെ പൊട്ട് തൊടുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് സ്ഥാപനി മർമ്മം എന്നുള്ളത്. ഈ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളൊക്കെ ഇല്ലേ, ഉറക്കക്കുറവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠയൊക്കെ ഉണ്ടാവുന്ന അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു മർമ്മമാണ്. ഇതൊക്കെ വളരെ വൈറ്റൽ ആയിട്ടുള്ള മർമ്മങ്ങളാണ്. പതിയെ ഉള്ള മസാജ് കൊടുക്കേണ്ടതുള്ളൂ. ഇനി അതുപോലെ പുരികത്തിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷൻ ആയിട്ടില്ലേ, അവിടെയാണ് ആവർത്തി മർമ്മം എന്ന് പറയുന്നത്. ഈ ഫ്രണ്ടൽ ഐബ്രോൻ്റെ ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടാവാറില്ലേ, അതൊക്കെ കുറയ്ക്കാൻ ഈ ഭാഗത്ത് ഒരു പ്രഷർ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു റിലാക്സേഷൻ കിട്ടും. പിന്നെ നമ്മുടെ വിഷൻ്റെ സപ്പോർട്ടിനൊക്കെ ഏറെ നല്ലതാണ്. ഇനി അതുപോലെ നമ്മളിതുപോലെ ബാക്ക് സൈഡിൽ ആയാലും കുനിഞ്ഞ് നിന്നിട്ട് തല കുനിഞ്ഞ് നിന്ന് മുടി മുന്നിലേക്കിട്ട് ചെയ്യുകയാണ് ഏറെ നല്ലത്. ചെവിയുടെ പുറകിൽ വിദുരമർമ്മം ഉണ്ട്. അത് ഇതേപോലെ ഈ ഒരു ഭാഗത്ത് വിദുരമർമ്മം ഉണ്ട്. ആ ഭാഗത്ത് നമ്മൾ ചെറിയൊരു മസാജ് കൊടുക്കുക. നമ്മുടെ ഹിയറിങ്ങിൻ്റെ ക്ലാരിറ്റി കൂട്ടാനോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ ഒക്കെ മാറ്റാനൊക്കെ നല്ലതാണ്. ഇങ്ങനെയൊക്കെ ഇത്തരം പോയിൻറ്റുകളെല്ലാം തന്നെ ആക്റ്റീവാക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഉറക്കം ആ സമയത്ത് തന്നെ കിട്ടും കേട്ടോ. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ ഹെഡ് മസാജൊക്കെ ചെയ്യുന്ന സമയത്ത് ആ സർക്കുലേഷനൊക്കെ കൂടി ഓക്സിജൻ സപ്ലൈ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നത് അത് ആ ഒരു റിലാക്സേഷൻ കിട്ടുന്നത് കൊണ്ടാണ്. ഇതുപോലെയുള്ള മർമ്മങ്ങളൊക്കെ ആക്റ്റീവ് ആക്കുമ്പോൾ ഇതുപോലെ സംഭവിക്കുന്നത്. പിന്നെ നെർവ് സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളൊക്കെ മാറ്റാനും നമുക്ക് നല്ലൊരു മൊത്തത്തിൽ ബോഡിക്കൊരു റിലാക്സ് കിട്ടാനും ഒക്കെ നല്ലതാണ്. ബോഡി വളരെയധികം ലൈറ്റ് വെയ്റ്റ് ആയതുപോലെയൊക്കെ തോന്നും. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങളും സൗന്ദര്യ പ്രശ്നങ്ങളും മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു മസാജ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് റിസൾട്ട് താഴെ പറയാവേ. ഇതേപോലെ എല്ലാ പ്രഷർ പോയിൻറ്റിലും കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല പ്രഷർ കൊടുത്തു കഴിഞ്ഞ് ചിലവർക്കൊക്കെ തന്നെ തലവേദന വരും. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്തരം മർമ്മസ്ഥാനങ്ങളെയൊക്കെ തന്നെ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ
പെട്ടെന്ന് നമുക്കൊരു ടെൻഷൻ തലവേദനയൊക്കെ വന്നാൽ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, നല്ലൊരു മസാജ് വെറുതെ കൊടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആ ഒരു ഉണർവ് കുറവും അല്ലെങ്കിൽ ഒരു പ്രസരിപ്പില്ലായ്മയും ഒക്കെ തോന്നുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് കുളിച്ചാൽ തന്നെ നമുക്ക് മാറ്റം വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മൈൽഡായിട്ടുള്ളൊരു മസാജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊന്ന് കൊടുക്കുന്നത്, ദിവസവും ഇതുപോലുള്ള പ്രഷർ പോയിന്റുകളെ ആക്റ്റീവ് ആക്കാം. പക്ഷെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് ഒന്നും തന്നെ ചെയ്യരുത്. അത് ചിലപ്പോൾ തലവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട്. ഇനി മറ്റെന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നേരിട്ടുള്ള കൺസൾട്ടേഷനിൽ നിങ്ങളുടെ കേസ് ഹിസ്റ്ററി അറിഞ്ഞതിന് ശേഷം ഡോക്ടർ തീരുമാനിക്കും ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എസെൻഷ്യൽ ഓയിൽ വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വാങ്ങിക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ തന്നെയുള്ള ഒരു മൈൽഡ് മസാജ് കൊടുത്തിട്ട് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റാനും പറ്റും. അവ കണ്ടു കഴിഞ്ഞാലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.